ഞാൻ KSIDC നയിച്ച ഒരാളാണ്. ഞാൻ വ്യവസായ മന്ത്രിയായിരുന്നു. എൻ്റെ കീഴിലുണ്ടായിരുന്ന സ്ഥാപനമാണത്. ആ സ്ഥാപനത്തെക്കുറിച്ച് എല്ലാ കാര്യവും എനിക്കറിയാം. പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മേലെ ചാർത്തി കൊടുത്തത്? RAC പറയുന്നതെല്ലാം സത്യമായിരിക്കണമെന്നുണ്ടോ? ഞാൻ ചോദിക്കുന്ന RAC പറയുന്ന ഇങ്ങനെ ഒരു പേര് നിങ്ങളതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്ക്. നിങ്ങൾ വാർത്ത കൊടുക്കും അതല്ലേ? രേഖകളും ഞങ്ങൾക്ക് ഇതിങ്ങനെ ഓരോരുത്തരുടെ കൈവശം രേഖയും കൊണ്ട് നടക്കില്ല പണി. എന്തും വിളിച്ചു പറയുക, ഒരു രേഖയും കൊണ്ട് നടക്കുക. ഇതാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? അതിലെന്താ സംശയം? നിങ്ങൾക്ക് തന്നെ ഞാനതാ പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് നിങ്ങളൊരു ആശയം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും 1% വസ്തുത വേണ്ടേ? നിങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? നിങ്ങൾ അറിയോ എന്താ പറഞ്ഞ ആക്ഷേപം എന്നറിയോ? അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്താ ആക്ഷേപം? KSIDCക്ക് ഷെയർ ഉണ്ട്. അത്രേ KSIDCയിൽ ആർക്കെല്ലാം ഷെയർ ഉണ്ട്? KSIDC മറ്റെവിടെയെല്ലാം ഷെയർ ഉണ്ട്? വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ കുറേ സ്ഥാപനങ്ങൾ നമ്മുടെ സ്വകാര്യ മേഖലയിലുള്ളവരുമായി ജോയിൻറ്റ് വെഞ്ചർ പർപ്പസാണ്, സംയുക്ത സംരംഭമാണ്. ഈ കേരളത്തിൽ തന്നെ വലിയ വിദേശ വ്യാപാരം നടത്തി വിദേശത്തുള്ള പ്രവാസികൾ പിന്നെ വൻ വ്യാപാരികൾ അവർ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അവരുമായിട്ടുള്ള വ്യാപാരങ്ങളുണ്ട്. അങ്ങനെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു അവരുടെ നിയമവ്യവസ്ഥക്കനുസരിച്ചൊരു ഷെയർ എടുത്തു. അത് മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ആള്. ഞാൻ പറയും, ഇവിടുത്തെ സഹകരണ സംഘത്തിൽ നിങ്ങൾ ലോൺ വാങ്ങിയിട്ട് കൊടുത്തില്ല, അതിന് ഉത്തരവാദി മുഖ്യമന്ത്രിയാകുമോ? സഹകരണ സംഘം ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ലേ? ഇവിടുത്തെ എത്രമാത്രം സഹകരണ സംഘങ്ങളുണ്ട്? അതുകൊണ്ട് എന്തെങ്കിലും പറയുക, അദ്ദേഹത്തെ നിങ്ങൾക്ക് ഒരു തരത്തിലും ആക്ഷേപിക്കാൻ കഴിയുന്നില്ല. അപ്പം കണ്ടുപിടിച്ചൊരു വിദ്യ. നിങ്ങളിവിടെ ആരെല്ലാം എന്തെല്ലാം കമ്പനികൾ നടത്തുന്നുണ്ട്? എക്സാലോജിക് എന്താ? എക്സാലോജിക്കിൻ്റെ കാര്യം അവർ കൃത്യമായി കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ. അതിന് ഗവൺമെൻറ് നിങ്ങളതിന് മുഖ്യമന്ത്രി എന്തിനാ അതിന് ലിങ്ക് ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിക്കെതിരെ എന്ത് ആക്ഷേപമാണ്? CPM ന്യായീകരിച്ചിട്ടില്ലല്ലോ. CPM ഉള്ള കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? നിങ്ങൾ എത്ര കാലമായി വേട്ടയാടാൻ തുടങ്ങിയിട്ട്? ഇവിടെ ആരൊക്കെ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ കച്ചവടം നടത്തുന്നുണ്ട്? എത്ര സ്ത്രീകൾ കച്ചവടം വ്യാപാരം നടത്തുന്നുണ്ട്? IT മേഖലയിൽ എത്ര പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്? ഇതൊരു പെൺകുട്ടി IT മേഖലയിൽ പ്രഗത്ഭയാണ്, ഒരു സംരംഭം ആരംഭിക്കുന്നു. അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ? വേട്ടയാടുകയാണോ? ഒരു സ്ത്രീത്വത്തെയാണ് വേട്ടയാടുന്നത്. ഒരു സ്ത്രീയാണ് വേട്ടയാടുന്നത്, ഒരു പെൺകുട്ടിയാണ് വേട്ടയാടുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ അവർ ചെയ്ത തെറ്റ്? തെറ്റുണ്ടെങ്കിൽ തെറ്റുള്ളവർ കണ്ടുപിടിക്കട്ടെ, നടപടി സ്വീകരിക്കട്ടെ. എന്ത് മാധ്യമം, ഏത് മാധ്യമമാണ് കണ്ടെത്തിയത്? ഒരു ഏജൻസിയും കണ്ടെത്തിയിട്ടില്ല, ഒരു മാധ്യമവും കണ്ടെത്തിയിട്ടില്ല, ഒരു തെറ്റും കാണുന്നില്ല. ഈ ആർക്കെങ്കിലും വേണ്ടി, UDFനും BJPക്കും വേണ്ടി അവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപിടിച്ച് പറയാനൊന്നും ഞങ്ങളില്ല. അതുകൊണ്ട് ഞങ്ങൾ വസ്തുതാപരമായ കാര്യങ്ങളാണ് പറയുന്നത്. ROC റിപ്പോർട്ട് കോടതിയുടെ ജഡ്ജ്മെന്റ് ഒന്നും അല്ല. നിങ്ങൾ അതാദ്യം മനസ്സിലാക്കുക.